അതെനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ പൈസ. ഹെലനോസ് പാർക്ക മൈ വേ ഓഫ് കല്യാണി. മൈ വേ ഓഫ് കല്യാണി കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ എന്തോ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. സംഭവം ഉടായ്പാണെന്ന് റിയാക്ഷൻ ബ്ലോഗേഴ്സ് തെളിയിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ മൈ വേ ഓഫ് കല്യാണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹെലനോസ് പാർക്ക രംഗത്ത് വന്നിട്ടുണ്ട്. ഹെലനോസ് പാർക്കയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംഭവിച്ചത്. ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് മൈ വേ ബൈ കല്യാണി. അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു അങ്ങനെ എന്തോ അല്ല, അങ്ങനെ തന്നെ പേര്. കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി ഏതോ ഒരു ക്ലിനിക്കിൽ പോയിട്ട് അവർക്ക് ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തതിനെ ഭയങ്കരമായിട്ട് ആൾക്കാർ ട്രോളുന്നതും നെഗറ്റീവായിട്ട് ട്രോളാൻ എന്താ കാരണം? അതുപോലത്തെ ഭൂലോക ഉടായ്പല്ലേ കല്യാണി കാണിച്ചത്. ചിത്രീകരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് ഇവരുടെ ഒക്കെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ആൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കണ്ണി കണ്ട പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ചു തേച്ചാൽ ഇതല്ല ഇതിനപ്പുറവും വരും. നമ്മളൊരു ഡോക്ടറിനെ പോയി കണ്ടിട്ട് വേണം ഒരു പ്രൊഡക്റ്റ് സ്കിന്നിൽ യൂസ് ചെയ്യാൻ. അതിന്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ സ്കിന്നിൽ വന്നിട്ട് 7 മാസമായിട്ട് ആളിത് പറഞ്ഞില്ല. ആൾക്കാരോട് ഇത് ചികിത്സിക്കുകയാണ് എന്ന് പറഞ്ഞില്ല. ആൾക്കാരെ എങ്ങനെ പറയും? കാരണം താൻ തന്നെ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള മോശം അനുഭവങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വെറുതെ ഇരിക്കുവോ? കല്ലെറി കിട്ടൂലോ. പറ്റിക്കുന്നു, ആനയാണ്, ചേനയാണ്, ചെരങ്ങയാണെന്നൊക്കെയാണ് നിങ്ങളുടെ വിഷയം. അതുപോലെ തന്നെ ഇവര് പൈസക്ക് വേണ്ടി ആരെ വേണമെങ്കിലും പറ്റിക്കും, പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്തിട്ട്. സത്യമായ ഒരു കാര്യമല്ലേ? കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ ആരും പ്രൊഡക്റ്റിനെ പറ്റി നല്ല റിവ്യൂ പറയും. കാരണം ബ്രാൻഡ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ എടുത്തിട്ട് ആൾക്കാർ മോശം പറയില്ലല്ലോ. ഇപ്പം എന്റേത് വന്നിട്ടുള്ളത് ഗർസോപ്പിന്റെതാണ്. ഞാൻ ഗർസോപ്പ് മാത്രം അതിനെപ്പറ്റി കൂടുതൽ പറയാതിരിക്കണേ നല്ലത്. ഈ ഗർ സോപ്പ് അല്ലെങ്കിൽ മാജിക് സോപ്പ് കേട്ട് മടുത്തൊരു കാര്യമാണ്. ഞാൻ കുറെ പ്രൊഡക്റ്റുകൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വേ ബൈ കല്യാണി ആവട്ടെ, പിന്നെ ഗ്ലാമി ഗംഗ ആവട്ടെ, ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരും തന്നെ ഒരാളുടെയും വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ പേഴ്സണൽ എന്തിനാ വീട്ടിൽ വന്ന് പറയണം? നിങ്ങൾക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ച് ഒരു 10-20 പേരെങ്കിലും ആ പ്രൊഡക്റ്റ് പോയി ട്രൈ ചെയ്യും, കുഴിയിൽ പോയി ചാടും. എന്തിനാ വെറുതെ ഇത് അറിഞ്ഞുകൊണ്ട് പ്രൊമോഷൻ ചെയ്യുന്നത്? വിളിച്ചിട്ടോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ നാളെ സൂര്യൻ ഉദിക്കില്ലാന്നോ, നിങ്ങളെ തീർത്ത് കളയുന്നോ ആരും പറയുന്നില്ല. മനസ്സിലായില്ലേ? ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇഫ് യു വോണ്ട് ടു. പക്ഷെ നിങ്ങൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ട് എന്ന രീതിയിലല്ല. ഈ പ്രൊഡക്റ്റ് തേച്ചാൽ വെളുപ്പ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് എന്നൊക്കെ പറഞ്ഞ് ഫിൽറ്റർ ഇട്ട ഫോട്ടോസ് അല്ല കാണിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ന്യായീകരിച്ച് മെഴുകണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. മാർക്കറ്റിൽ ദിസ് പ്രൊഡക്റ്റ് ഈസ് അവൈലബിൾ. ഹെലനോസ് പാർക്കയുടെ ന്യായീകരണം കേട്ടില്ലേ? ഇവരെ പോലുള്ള വ്യക്തികൾ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രൊഡക്റ്റ് പങ്കുവച്ചാൽ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം മണ്ടന്മാരായ ജനങ്ങൾ ഇവരുടെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ തന്നെ ഉണ്ട് എന്നതാണ് സത്യാവസ്ഥ. ഇവർ പറയുന്നത് കേട്ട് ആ പ്രൊഡക്റ്റ് പോയി ട്രൈ ചെയ്യും, എന്നിട്ട് കുഴിയിൽ പോയി ചാടും. അല്ലാതെ ഇവരാരും ഒരാളുടെ വീട്ടിൽ പോയി പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവർക്ക് റീച്ച് ഉള്ളത് കൊണ്ടാണല്ലോ കമ്പനികൾ വന്നിവരെ അപ്രോച്ച് ചെയ്യുന്നത്. ഹെലനോസ് പാർക്ക പറഞ്ഞ മറ്റൊരു കാര്യമാണ് സ്കിന്നിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ വീടിന്റെ അടുത്തുള്ള ഡോക്ടറെ പോയി കാണിക്കുന്നത്. എല്ലാവർക്കും അത് പറ്റണം എന്നില്ലല്ലോ. നിങ്ങളെ പോലുള്ളവർക്ക് കാശുള്ളത് കൊണ്ട് തന്നെ ഡോക്ടറെ പോയി കാണിക്കാം. പക്ഷെ സാധാരണ ജനങ്ങളോ പോയാൽ പോക്കറ്റ് കയറുന്ന അവസ്ഥയാണ്. ഹെലനോസ് പാർക്ക് ആയാലും മൈ വേ ഓഫ് കല്യാണി ആണെങ്കിൽ പ്രൊമോഷൻ ചെയ്യുന്നത് കാശിന് വേണ്ടി തന്നെയല്ലേ? അല്പം പോലും ഫോളോവേഴ്സിനോട് കാണിക്കാം. എന്തായാലും ഹെലനോസ് പാർക്ക് ക്ലിനിക്കിനെ പറ്റി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കൊളാബറേഷൻ തന്നില്ല എന്ന് സമരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലിനിക്കിന്റെ എടുത്ത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് സീസണെയാണെന്ന് കല്യാണിക്ക് അറിയാം. ഓക്കെ, അവര് വെറും ബുദ്ധിയല്ലല്ലോ നിങ്ങൾ ഈ ചിന്തിക്കുന്ന പോലെ. ബുദ്ധി കൂടിപ്പോയിട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി കയറിയത്. കൊളാബറേഷൻ കിട്ടാത്തത് കൊണ്ട് അവരെ കുറ്റം പറഞ്ഞു, അല്ലാണ്ട് അവരുടെ ചികിത്സാ പിഴവോ അല്ലെങ്കിൽ അവർ ബില്ല് തരാത്ത പ്രശ്നങ്ങളോ ഒന്നും അല്ല. കൊളാബറേഷൻ കൊടുക്കാത്തതുകൊണ്ട് ഞാൻ എനിക്ക് സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. വീഡിയോ പറഞ്ഞു തന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണിക്ക് കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ടാവും. അത് കൊള്ളാം. ഇപ്പൊ ക്ലിനിക്കുകാർക്കായോ കുറ്റം? ഹെലൻ ഇങ്ങനെ കല്യാണിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം രണ്ടുപേരും ചെയ്യുന്നത് ഒരേ തൊഴിലാണല്ലോ, അതിനോടുള്ള കൂറും. എന്തായാലും ക്ലിനിക്ക് വിവാദം കാരണം കല്യാണിക്ക് ഇങ്ങനെ ഏറി കയറാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.